നമസ്കാരം. ആട് തേക്ക് മാഞ്ചിയം മുതൽ പാതി വില വരെ മലയാളി തലവെച്ചു കൊടുക്കാത്ത തട്ടിപ്പുകളില്ല. നാട്ടിൽ മാത്രമല്ല സൈബർ ഇടങ്ങളിലും കബളിപ്പിക്കപ്പെടുന്നവരിൽ മലയാളികൾ മുന്നിൽ തന്നെ. ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ കൊച്ചി സ്വദേശിയായ ബിസിനസ്സുകാരനിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗ് വഴി 25 കോടി രൂപ തട്ടിയെടുത്തിട്ട്. മട്ടാഞ്ചേരി സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് നഷ്ടമായത് 3 കോടിക്കടുത്ത് രൂപയാണ്. ഏതോ വ്യാജ കേസിന്റെ പേരിൽ വെർച്വൽ അറസ്റ്റും കോടതിയും ഒക്കെ കാണിച്ച് പേടിപ്പിച്ചാണ് തട്ടിപ്പ്. ബോധവൽക്കരണവും മുന്നറിയിപ്പും ജാഗ്രതാ സന്ദേശങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ വഞ്ചന വലയിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. മലയാളിക്ക് കിട്ടിയതൊന്നും പോരെ. പ്രേക്ഷകർക്ക് സ്വാഗതം. അതിഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൈബർ ക്രൈമിലെ ഇൻസ്പെക്ടർ ശ്രീ ഏലിയാസ് പി ജോർജ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് നമ്മുടെ അതിഥിയാണ്. അഭിഭാഷക അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു തട്ടിപ്പിന് ഇരയാകേണ്ടുന്ന അവസ്ഥയിലെത്തുകയും അതിനെ മറികടക്കുകയും ചെയ്ത IMCയിലെ ഉദ്യോഗസ്ഥയായ അലീന ബെർലിയും ഇന്ന് നമ്മളോടൊപ്പം ഈ അനുഭവങ്ങൾ വിവരിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും ഇന്ന് ഈ ചർച്ചയിൽ. ശ്രീ ഏലിയാസ് പി ജോർജ് സാർ, ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വളരെ വ്യാപകമാവുകയാണല്ലോ. കാരണം കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ഇത്തരം സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവരുടെ എണ്ണം കൂടുന്നു. അതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം ഇത്തരം സൈബർ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവർ, ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അങ്ങനെ വിവിധ മേഖലയിൽ കഴിയുന്ന ആളുകൾ പോലും ഈ തട്ടിപ്പിന് നിരന്തരം ഇരയാക്കപ്പെടുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര അധികം ഉണ്ടാകാൻ കാരണം? ഇപ്പോൾ 25 കോടി രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ആ തട്ടിപ്പ് ഒരു ഓൺലൈൻ ട്രേഡിങ്ങിന് വേണ്ടിയാണ്. കഴിഞ്ഞ 3-4 വർഷമായി ഒരാളെ പിന്നാലെ നടന്ന് സ്വാധീനിച്ചിട്ടാണ് ഈ ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് അയാൾ കൊണ്ടുവരുന്നതും 25 കോടി രൂപ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വീട്ടമ്മയ്ക്ക് ഏതാണ്ട് 3 കോടി രൂപയ്ക്ക് അടുത്ത് നഷ്ടമായിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഫ്രോഡ്സ്റ്റേഴ്സ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഇമ്പേഴ്സണേഷൻ വരുന്നുണ്ട്. ഒന്നുകിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ ഏതെങ്കിലും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ആണ് എന്ന് ഇമ്പേഴ്സണേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെ സമീപിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം ഫാൾസ് അക്യൂസേഷൻ, അവരിൽ തെറ്റായിട്ടുള്ളൊരു കുറ്റം ആരോപിക്കുന്നു. പിന്നീട് അതിനുശേഷം വെർച്വലായിട്ടുള്ളൊരു കോർട്ട്, പിന്നെ അതിനുശേഷം ഇവരെ ഭീഷണിപ്പെടുത്തുന്നു പേയ്മെൻറ്റ് നടത്താനായിട്ട്. പിന്നീട് അതിനുശേഷം ഇവരെ ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ഫാക്ട്സ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നമുക്ക് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശ്രീ ഗോപീഷ്ണൻ ചോദിച്ചതുപോലെ പല ആൾക്കാരും ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട്. ഇതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഇവർ ഈ ചെയ്യുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ്, ഇവർ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സാധാരണപ്പെട്ട ഏതൊരാളും ആ ഒരു കണ്ടീഷനിൽ വളരെയധികം പാനിക്കായി പോകും. ഈ പാനിക്കായി പോകുന്ന ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത്. പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇപ്പോൾ നിക്ഷേപ തട്ടിപ്പുകളൊക്കെ ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ചെറിയ ഒരു കാലം കൊണ്ട്, ചെറിയൊരു സമയം കൊണ്ട് ഒരു വലിയ ഒരു ലാഭമൊന്നും നമുക്കൊരിക്കലും ഒരു നിക്ഷേപം വഴിയും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത് സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. എന്നാലും എനിക്കത് ലഭ്യമാകും, അത്രയും ലാഭം എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് ഈ ഫ്രോഡ്സ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള തന്ത്രങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ തന്നെ ഒരു ഫേക്കായിട്ടൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൃത്രിമമായിട്ട് ഇവരുടെ നിക്ഷേപ തുകയും അതിൽ കിട്ടിയ പ്രോഫിറ്റൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇവർ ആഡ് ചെയ്യുമ്പോൾ ഒരു 30 പേര് ഏകദേശം ഉണ്ടെന്ന് കരുതിക്കും. അവരിൽ ഏകദേശം ഒരു 5 പേരെ ഉണ്ടാവുള്ളൂ അതിനകത്ത് ഈ വിക്റ്റിമായിട്ടുള്ള ആൾക്കാർ. ബാക്കി 25 പേരും അതിനകത്തുള്ള ഫ്രോഡ്സ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഫ്രോഡ്സ്റ്റേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇന്ത്യൻ എക്കണോമി ഈസ് ഗ്രോയിങ് നൗ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വിക്ടിംസ് ഓൾറെഡി കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ വിക്ടിമിൻ്റെ പല കാര്യങ്ങളും അവരുടെ വീക്കറായിട്ടുള്ള പല കാര്യങ്ങളും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്.
അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ശ്രീ നമ്മളിവിടെ നടക്കുന്ന ശ്രീ എലിയാസ് പി ജോർജ്, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ അമിതമായി പെട്ടെന്ന് പണക്കാരനാകാൻ, ധനികനാകാൻ വേണ്ടി നടത്തുന്ന ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായി നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു അത് ഒരളവിൽ അതിനൊരു യുക്തി ഉണ്ടെന്ന് പറയാം. കാരണം ഞാൻ യുക്തി എന്ന് പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ്. ആളുകൾ അതിൽ വീണുപോകും, ആ വലയിൽ വീണുപോകും. പക്ഷേ ഇവിടെ ഈ മട്ടാഞ്ചേരിയിലെ വീട്ടമ്മയ്ക്ക് സംഭവിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ വീട്ടമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. എന്നിട്ട് പറയുന്നത് ഇത് മുംബൈയിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഫോൺ കോളാണ്. സംസാരിക്കുന്നത് ആരാണ്? സന്തോഷ് റാവു എന്നയാൾ സംസാരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണ്? ഈ ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഏർപ്പാടിൽ വീട്ടമ്മയ്ക്ക് പങ്കുണ്ട്, നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, മുംബൈയിലെ അക്കൗണ്ടിൽ 2 കോടി രൂപയുണ്ട്, അതിൽ 25 ലക്ഷം രൂപ വീട്ടമ്മയുടേതാണ്, കിട്ടിയിരിക്കുന്ന കമ്മീഷനാണ് എന്നാണ് അവരെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ ഈ തട്ടിപ്പ് സംഘം പറയുന്നു അവിടെ ഒരു വെർച്വൽ അറസ്റ്റ് സംഭവിക്കുന്നു, സാക്ഷികൾ ഹാജരാകുന്നു, വെർച്വൽ കോടതി ഉണ്ടാകുന്നു. അവിടെ അവരോട് പറയുന്നു ഇനി നിങ്ങൾക്കെതിരെ വലിയ ശിക്ഷ വരാൻ പോകുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ 2.5 കോടി രൂപ അല്ലെങ്കിൽ 3 കോടി രൂപ നിങ്ങൾ ഉടനെ ഞങ്ങൾക്ക് കൈമാറണമെന്ന്. ഇത് വിശ്വസിക്കാൻ നിർബന്ധിതമാകുന്ന എന്തവസ്ഥയാണ് ആ വീട്ടമ്മയ്ക്കുള്ളത്? അവരറിയാത്തൊരു സംഭവം, അവരറിയാത്തൊരു കേസ്, അവരൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം. അതിലെവിടെ നിന്നോ ഒരു കോൾ വരുന്നു, ആ കോളിൽ ചിലർ പരിചയപ്പെടുത്തുന്നു, വെർച്വൽ അറസ്റ്റാണെന്ന് പറയുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് ഈ വലയിൽ നമ്മൾ വീണു പോകുന്നത്? അത് ശ്രീ ഗോപികൃഷ്ണൻ അത് പറഞ്ഞത് കറക്റ്റാണ്. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഈ ഒരു ഇൻസിഡൻറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു അജ്ഞതയാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 35-ാം വകുപ്പ് പ്രകാരം ഒരു അക്യൂസ്ഡിനെ, ഒരു കുറ്റാരോപിതനെ അയാളെ അറസ്റ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റിന് പകരം നോട്ടീസ് നടത്തുക, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊരിക്കലും ഇലക്ട്രോണിക് ഫോമിലൊന്നും നോട്ടീസ് നടത്താനോ അല്ലെങ്കിൽ അറസ്റ്റ് നടത്താനൊന്നും പറ്റത്തില്ല. ആ ഒരു ഭാഗം നമുക്കുള്ള ഒരു അജ്ഞതയാണെന്നാണ് എനിക്കത് പറയാനുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരെ പിന്നെ പല കാര്യങ്ങളും പറഞ്ഞു നിർത്തും. ഇത് പുറത്ത് പറഞ്ഞാൽ പ്രശ്നമാവും, ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഭീഷണിപ്പെടുത്തിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ വിർച്വലായിട്ട് ഒരു കോർട്ട് റൂമൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു കാര്യം ഇങ്ങനെ ഒരു നമ്മുടെ ഭാരതത്തിൻ്റെ നിയമസംഹിതയിൽ ഇത്തരത്തിലൊരു സംവിധാനം ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു അജ്ഞതയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട്. അല്ല ശ്രീ എലിയാസ് പി ജോർജ്, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രൈം ടൈം ഡിബേറ്റ് തന്നെ നമ്മൾ നടത്താൻ കാരണം ഇതിൽ ഇനിയും ഈ കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ശ്രീ എലിയാസ്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ മെസ്സേജ് വരും, നിങ്ങളോട് ആരും OTP ചോദിക്കില്ല, നിങ്ങളോട് ആരും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആരും ചോദിക്കില്ല എന്നൊക്കെ നമുക്ക് വിവരം തരുന്ന ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഈ അബദ്ധങ്ങളിൽ ചെന്നുപോയി ചാടുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പലർക്കും അറിയില്ല ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഈ രാജ്യത്തില്ല എന്ന കാര്യം ഇവിടെ പലർക്കും അറിയില്ല. ഒരു നോട്ടീസ് അവർക്ക് കിട്ടുകയാണ്, എന്നിട്ട് പറയുന്നത് അത് നിങ്ങൾക്കുള്ള അറസ്റ്റ് വാറണ്ടാണ്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെർച്വൽ കോടതി, അവിടെ നമുക്കെതിരെ സാക്ഷി പറയാൻ ഒരാൾ, അവിടെ അഭിഭാഷകർ, അവിടെ കോടതിയുടെ വിധിന്യായം, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സംവിധാനം നമുക്കില്ലേ? ഒന്നാമത്തെ കാര്യം. 2, ഇതുപോലെ നമ്മുടെയൊക്കെ വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ ഒക്കെ വരികയാണ് സുഹൃത്തുക്കളുടെ ID-യിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ സഹായം വേണം, അടിയന്തരമായി പണം എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വിവരം. ആ തട്ടിപ്പിനിരയായ ആളുകൾ നമ്മൾ ബാങ്കിൽ ചെന്ന് ചോദിക്കുന്നു, ഞങ്ങൾ തട്ടിപ്പിനിരയായെന്ന് പറഞ്ഞാൽ ബാങ്കിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ശ്രീ ഏലിയാസ്, എൻ്റെ ചോദ്യം, ഇത്തരം തട്ടിപ്പിനിരയാകുമ്പോൾ സൈബർ സെല്ലിനും ഒന്നും ചെയ്യാനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് ശ്രീ ഗോപികൃഷ്ണൻ. ഇപ്പോൾ അത് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഒരു സംവിധാനമുണ്ട്, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു തട്ടിപ്പിൽ ഇരയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നമുക്ക് ബന്ധപ്പെടാം. അതിന് www.cybercrime.gov.in എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അതിനെക്കാട്ടി എളുപ്പത്തിൽ 1930 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. അതിന് വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കൈവശം ഒന്ന് വെച്ചിരിക്കണം. കാരണം അപ്പോൾ നമ്മുടെ ഒരു ബാക്കെൻഡിൽ, ഈ പോർട്ടലിൻ്റെ ബാക്കെൻഡിൽ വിവിധ എംപ്ലോയീസ് ഉണ്ട്, ബാങ്ക് എംപ്ലോയീസ് ഉണ്ട്, പേയ്മെൻറ്റ് ഗേറ്റ് വേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസേഴ്സ്, ഇവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ, പുട്ട് ഓൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. എത്ര എമൗണ്ട് പുട്ട് ഓൺ ഹോൾഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ഡെബിറ്റ് ഫ്രീസ് ചെയ്യാനും പറ്റും. പിന്നീട് കോടതി ഉത്തരവ് പ്രകാരം ഇവർക്ക് ഈ പണം തിരികെ ലഭിക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. ശരി, ശ്രീ ഏലിയാസ് പി ജോർജ്, ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ മുന്നിൽ എനിക്കൊരു കണക്ക് അവതരിപ്പിക്കാനുള്ളത്.
കേരളത്തിൽ മാത്രം, അതായത് നമ്മുടെ ഈ ചെറിയ നാട്ടിൽ മാത്രം 2024 ജനുവരി 1 മുതൽ ഡിസംബർ 1 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തികളിൽ നിന്ന്, അതായത് ഫ്രം ഇൻഡിവിജ്വൽസ്, അവരിൽ നിന്ന് 698 കോടി രൂപയാണ് ഇതുപോലെയുള്ള ഫ്രോഡലൻസിലൂടെ, ഇതുപോലെയുള്ള സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2023 കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 200% വർധനവാണ് ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. ബോധവൽക്കരണത്തിൻ്റെ കുറവ് കൊണ്ടല്ല, ആളുകൾക്ക് ഇൻഫർമേഷൻസ് കിട്ടാഞ്ഞിട്ടല്ല, ആളുകൾക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, എന്നിട്ടും അവർ ഈ അബദ്ധങ്ങളിൽ ചാടിപ്പോകുന്നു. 2024 മാത്രം പോലീസ് ഇടപെട്ടുകൊണ്ട് 12,658 സിം കാർഡുകൾ അവർ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് കോളർ ഐ ഡി ആപ്പുകൾ, നമുക്കുണ്ട് അത്തരം കോളർ ഐ ഡി ആപ്പുകൾ. ആരാണ് നമ്മളെ വിളിക്കുന്നത്, അവരുടെ നമ്പർ വരുമ്പോൾ ആരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്ന കോളർ ഐ ഡി ആപ്പുകൾ, ആ ആപ്പുകളിൽ ഉപയോഗിക്കുന്നത് പോലും തട്ടിപ്പിനുള്ള സാധ്യതകൾ കൂട്ടുന്നെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് വരുന്ന വിവരങ്ങളനുസരിച്ച് GPay ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ട്രാൻസാക്ഷൻസ് പോലും 100% സുതാര്യവും സുരക്ഷിതവുമല്ല എന്നാണ് സൈബർ രംഗത്ത് ഒരു വിദഗ്ധൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് ജോസഫ് സർ, ഈ കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം ആട് തേക്ക് മാഞ്ചിയം മുതൽ പണം ഉണ്ടാക്കാനുള്ള എന്ത് സംവിധാനമല്ല, ഇപ്പോൾ ഈ പാതി വില തട്ടിപ്പ് വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പണം ഇരട്ടിപ്പിക്കാനുള്ള എന്ത് സംവിധാനമുണ്ടെങ്കിലും നമ്മുടെ ആളുകൾ പോയി അതിൽ തലവെച്ചിരിക്കും. അവിടെ ഒരു യുക്തിയും പ്രവർത്തിക്കില്ല, ഒരു ബുദ്ധിയും അവിടെ പ്രവർത്തിക്കില്ല. പൈസ ഇരട്ടിച്ച് കിട്ടുന്ന ഏത് സംവിധാനത്തിലും അവർ പോയി തലവെക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് ഇപ്പോഴും ഈ പാതിവില സംവിധാനത്തിൻ്റെ ഭാഗമായി എത്ര പേർക്ക് എത്ര ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മലയാളിയുടെ ഒരു മനോഭാവത്തിൻ്റെ കൂടി പ്രശ്നമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ശ്രീ ജോർജ് ജോസഫ് സാർ, ഈ സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ, സൈബർ ഇടങ്ങളിലെ ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ വിലസൽ, സൈബർ ഇടങ്ങളിലെ ഇത്തരം തട്ടിപ്പുകൾ, ഇത് നിയന്ത്രിക്കാൻ, ഇത് നിരീക്ഷിക്കാൻ, ഇത് പ്രതിരോധിക്കാൻ, ഇതിനെ നിരോധിക്കാൻ നമുക്ക് എന്താണ് തടസ്സം? എന്തുകൊണ്ടാണ് ഒരിക്കൽ തട്ടിപ്പിനിരയായ ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ എത്തിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് പരിമിതികൾ ഉണ്ടാകുന്നത്? നമ്മുടെ അന്വേഷണ സംവിധാനത്തിൻ്റെ പോരായ്മകളാണോ, നമ്മുടെ ടെക്നോളജിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ, അതോ നമ്മൾ നിസ്സഹായരായി മാറി നിൽക്കേണ്ടി വരുന്നതാണ്? ഇല്ല, ഇത് മലയാളികൾ ബേസിക്കായിട്ടൊരു ഫ്രോഡാണെന്ന് ഞാൻ പല സന്ദർഭത്തിലും പറയുന്നുണ്ട്. കാരണം 5 പൈസ എവിടെയെങ്കിലും കൂടുതൽ കിട്ടുന്നിടത്തോട്ട് ഓടും. നമുക്കറിയാം കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, സൊസൈറ്റി എത്രയായിരം കോടിയാണ് കേരളത്തിലെ തട്ടിച്ചു മാറ്റിയത്. എന്താണ് അവിടെ കൊണ്ടുപോയിടുന്നത്? 12% അല്ലെങ്കിൽ 18% പലിശ കിട്ടും എന്ന് തോന്നിയാൽ അന്നേരം കൊണ്ട് പണം ഇടുകയാണ്. അത് പണം ഇടുന്നത് എങ്ങനെയാണ്? കാശില്ലാത്തവർ തന്നെ അവരുടെ വീട്ടിലുള്ള സ്വർണം പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് ഇടുകയാണ്. കാരണം പണയം വെച്ചാൽ നമുക്ക് അവിടെ അഗ്രികൾച്ചർ ലോണാണെങ്കിൽ 4% കൊടുത്താൽ ഇത് 18% കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടല്ലോ. ടോട്ടൽ 4 നമ്മൾ കണ്ടല്ലോ. ടോട്ടൽ 4 അയാളെ എത്രയോ 100 കണക്കിന് കേസാണ് എടുത്തിരിക്കുന്നത്. ആ കേസിനകത്ത് പലതിനകത്ത് അയാളെ ശിക്ഷിച്ചുകൊണ്ട് അയാൾ ചെറിയ ശിക്ഷയായതുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങി. അയാളെ ഈ അടുത്ത ദിവസം വീണ്ടും അതേ രീതിയിൽ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ, മലയാളികൾ ടോട്ടൽ 4 അത്രയോ ആൾക്കാരെ പറ്റിച്ചു. അതിനകത്ത് 1 ലക്ഷം ഇട്ടാൽ 2 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞ് കുറേ പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. വല്ലവൻ്റെ പൈസ എടുത്ത് അയാൾ കൊടുക്കുകയാണ്. അവസാനം ഇതെല്ലാം കൂടെ മൂട്ടിലോട്ട് വീഴും. അപ്പം ബേസിക്കായിട്ട് മലയാളി എത്ര എഡ്യൂക്കേറ്റ് ചെയ്താലും ശരി, പണം കിട്ടാൻ പുതിയൊരു തന്ത്രം, ഇതുവരെ ആരും സ്വീകരിക്കാത്ത ഒരു തന്ത്രം ഇതിലുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാലെ പോകും. അത് മലയാളിയുടെ ബേസിക് സ്വഭാവമാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, സ്വർണ്ണച്ചേന, എത്രായിരം പറ്റീരുകൾ, ഏതൊക്കെ വിധത്തിലുള്ള പറ്റീരാണ് മലയാളികൾ. ഇപ്പോഴത്തെ ഈ ഫ്രോഡ്, ഈ സൈപ്രസിലുള്ള ആ ഗാങ്, അതിനകത്ത് തീർച്ചയായിട്ടും അത് മലയാളി ബ്രെയിനാണ്. സിംഗപ്പൂരുണ്ട്, അത് റഷ്യയുടെ ചില ഭാഗത്തുനിന്നുണ്ട്. അവിടെ നിന്നൊക്കെ തെറ്റിച്ച വളരെയധികം കണക്കുകൾ നമുക്കറിയാം. ഞാൻ ഒരു കാര്യം പറയാം, മലയാളി എത്ര നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്താലും ശരി, ഏതെല്ലാം പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ശരി, ഇവരാരും ഇതിനകത്ത് ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു പ്രയോജനം ലഭിക്കത്തില്ല. അവർ വീണ്ടും ചാടും. ഈ അടുത്ത ദിവസം തന്നെ ഇതുവരെ ഒരു വെർച്വൽ അറസ്റ്റ് തിരുവനന്തപുരത്ത് ഒരു 4-5 ദിവസമായിട്ട്, അത് 2 പേരും ഹൈലി എഡ്യൂക്കേറ്റഡാണ്, 2 പേരും ഹൈലി ഡോക്ടറേറ്റുള്ള ആൾക്കാരുണ്ട്, 2 പേരും ഹൈലി എഡ്യൂക്കേറ്റഡ്, നല്ല ഏജ്ഡാണ്. ഇപ്പോൾ അവർക്ക് ഏതായാലും 70-75 വയസ്സുണ്ട്. 2 പേരും വീട്ടിൽ ഇരുന്ന് അവരെ വെർച്വൽ അറസ്റ്റിൽ 3-4 ദിവസം അവരിടുന്നു. അവരുടെ മക്കൾ അവരെ വിളിച്ചിട്ട് അവർ ആകെ വരണ്ടിരിക്കുന്നതായിട്ട് മകന് മനസ്സിലായി. എന്തായാലും അവരൊരു സുഹൃത്തിനെ വിളിച്ചറിഞ്ഞ് അവിടെ പോയി ഒന്ന് നോക്കാൻ പറഞ്ഞ് 2 പേരും വെർച്വൽ അറസ്റ്റിലാണ്. എൻ്റെ അടുത്ത് വന്നു ആൾ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വെർച്വൽ അറസ്റ്റിൽ തന്നെ നിന്നോട്ടെ, ബാത്റൂമിലൊക്കെ പോകുന്ന വെർച്വൽ അറസ്റ്റിലാണ്, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നിടത്തും വെർച്വൽ അറസ്റ്റിലാണ്, ഉറക്കമില്ലാതെ 4 ദിവസമായി,
ഒരു കാറെ കയറ്റി നേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. നേരെ ഇങ്ങ് കൊണ്ടുവന്നു. ഇങ്ങോട്ട് ഫോൺ തരാൻ പറഞ്ഞു. കാരണം എല്ലാ ഇതുപോലത്തെ ഈ പറ്റീരുകാരിൽ ഒരു മലയാളി ഉണ്ട്. കാരണം ഏത് ലാംഗ്വേജിൽ നമ്മൾ അങ്ങോട്ട് അവർ സംസാരിക്കുന്നോ ആ ലാംഗ്വേജ് അവർക്ക് മനസ്സിലായി. ആ ലാംഗ്വേജ് തന്നെ മലയാളിയാണ് മലയാളി, തമിഴാണ് തമിഴ്, ഹിന്ദിയാണ് ഹിന്ദി, അതുപോലെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, എല്ലാ ഭാഷയിലുള്ള 8-10 പേര് അവിടെ ഇരിക്കുകയാണ്. ഏത് ലാംഗ്വേജിലാണ് നമ്മൾ മറുപടി പറയുന്നത് ആ ലാംഗ്വേജുകാരൻ കൊടുക്കും. അവിടെ എല്ലായിടത്തും മലയാളി ബ്രെയിനാണ്. സൈപ്രസിലെ മുഴുവൻ മലയാളി ബ്രെയിനാണ്. കാരണം ഈ വന്ന ആളുകാർ രണ്ടുപേരും ഞാൻ ഫോണിങ് തരാൻ പറഞ്ഞിട്ട് ഞാൻ അയാൾ വെർച്വൽ അറസ്റ്റിൽ നിൽക്കുകയാണ്. ബോംബെയാണ്, സെയിം തന്നെ പോലീസ് ഓഫീസറുടെ പടമൊക്കെ ഉണ്ട്. ഞാൻ അതെല്ലാം കണ്ടു. ഞാൻ ഫോണിങ് വാങ്ങിച്ചിട്ട് മലയാളത്തിലെ നമ്മുടെ മലയാള ഭാഷയിലെ മോശം പദങ്ങൾ ചേർന്ന് ഞാൻ ഇന്ന ആളാടാ, ഞാൻ പോലീസ് ഓഫീസറാടാ, വെച്ചിട്ട് പോടാ ഫോണ് എന്ന് പറഞ്ഞു. അപ്പം ഡിസ്കണക്ട് ചെയ്തു. നിന്നെ ഞാൻ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി ഫോൺ വെച്ച് പിന്നെ ആ പ്രശ്നം തീർന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. കാരണം വെർച്വൽ അറസ്റ്റിന് മലയാളത്തിൽ തന്നെ നിങ്ങൾ 2 തെറിയും പോലീസ് ഓഫീസറാണ് കേൾക്കട്ടെ. അങ്ങനെ ഒരിക്കലും ആരും ഒരു വെർച്വൽ അറസ്റ്റ് ഇന്ത്യയിലെ നിയമസംഹിതയിൽ എങ്ങുമില്ല. അത് ഇവർ ആരുടെങ്കിലും ഒരാളുടെങ്കിലും ജോർജ് സാർ പറഞ്ഞത് അതാണ് നമ്മുടെ മുന്നിലൊരു മാർഗം. രണ്ടങ്ങോട്ട് പറയുക മലയാളത്തിൽ. മലയാളത്തിൽ നല്ല മലയാളിക്കെല്ലാം നല്ല തെറി അറിയാം. ഒരു 4 എണ്ണം അത് ഞാൻ 4 എണ്ണം പറഞ്ഞപ്പോൾ അവൻ വെച്ചിട്ട് ഓടി. പിന്നെ ആ പ്രശ്നം തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഇതിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. വെർച്വൽ അറസ്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ്. അത് നല്ല വിദ്യാഭ്യാസം ഡോക്ടറേറ്റ് ഉള്ളവരാണ് 2 പേരും. നമ്മൾ വിചാരിച്ചോണം ഭാര്യയും ഭർത്താവുമാണ്. അവർ 4-5 ദിവസം പട്ടിണിയായിട്ട് അതുങ്ങളുടെ അവസ്ഥ കണ്ടിട്ടും ഞാൻ പറഞ്ഞു അവരെ കാറെ കയറ്റി വെർച്വൽ അറസ്റ്റിലാണ് വരുന്നത്. തലേണയൊക്കെ കാറിൻ്റെ പുറകിൽ വെച്ചിട്ട് അറസ്റ്റിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാനവർ അപ്പം ഇങ്ങോട്ട് വളരെ ഒറ്റ മിനിറ്റ് മതി എനിക്കെന്ന് പറഞ്ഞൊരു 4 എണ്ണം വെച്ചിട്ട് പോടാ, മലയാളി അപ്പുറത്ത് ഇരിപ്പുണ്ടല്ലോടാ, നീ കേട്ടോടാ എൻ്റെ തെറി, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായല്ലോ, ഞാൻ പോലീസ് ഓഫീസറാണ്, SP ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്, നീ കേരളത്തിലെ ഇന്ത്യയിൽ എവിടെയുണ്ടെന്ന് നിന്നെ ഞാൻ പിടിച്ചിരിക്കൂടാന്ന് പറയും. അപ്പം വെച്ചിട്ട് പോയി. പിന്നെ ഇന്ന് വരെ വെർച്വൽ അറസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ടാണ് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അല്ലേ അഡ്വക്കേറ്റ് ആശാമണി തന്നെ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു വെർച്വൽ അറസ്റ്റിൽ ഇരിക്കുകയായിരിക്കും. ഞാൻ ഇത് കേൾക്കുന്നവർക്ക് ഇതേ മരുന്നുള്ളൂ. ഇത് സിമ്പിൾ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിൽ നിന്ന്. പിന്നെ ഞാനൊരു കാര്യം പറയാം, പല ആൾക്കാർക്കും ഞാൻ ഇതുവരെ 1 കോടി രൂപ ഒന്നിച്ച് കണ്ടിട്ടില്ല, 50 ലക്ഷം രൂപ ഒന്നിച്ച് കണ്ടിട്ടില്ല. സത്യമാണ്. കാരണം ഇവരൊക്കെ ഓരോരുത്തർ 2.5 കോടി 3 കോടിയൊക്കെ ബാങ്കിൽ കിടക്കുകയാണ്. എങ്ങനെയാണ് പൈസ വന്നത് എനിക്ക് മനസ്സിലാകാതെ. ഇതുപോലെ ഏതെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ട് അങ്ങനെ അതെ ട്രേഡിങ്ങിൽ പണം കിട്ടും. കുറേ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പലരെയും ഒരു ട്രേഡിങ് നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തിലും 10% കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഒരു ബിസിനസ്സും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ ട്രേഡിങ് നടത്തി കുറേ ആൾക്കാർക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും വന്നപ്പം അത് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ പണം കിട്ടുന്നവർ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പം അതിനകത്ത് 5 കോടി ഇട്ടാൽ 10 കിട്ടുമെന്ന് ചിലപ്പോൾ ഒരെണ്ണം വരും, അതിനകത്ത് കയറി കുരുങ്ങും. അങ്ങനെയാണ് അവർ. എങ്കിലും അവർക്കത് നഷ്ടമല്ല. കാരണം ബാക്കി വേറെ പല അക്കൗണ്ട് ഇതുപോലെ പൈസ കിടപ്പുണ്ട്. അതുകൊണ്ട് മലയാളികളെ ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഫ്രോഡ് മലയാളി. ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ, മണ്ടന്മാരുണ്ട് ഈ കൂട്ടത്തിൽ. കാരണം അല്ല ഇതിൽ ഈ മട്ടാഞ്ചേരി ജോർജ് സാർ, ഈ മട്ടാഞ്ചേരിയിലെ ഈ സ്ത്രീക്ക് സംഭവിച്ചത്, അവരോട് വലിയ അവരുടെ പണമെല്ലാം വാങ്ങുന്നു. പണമെല്ലാം വാങ്ങി അവർ സ്വർണ്ണമൊക്കെ വിറ്റു പണയപ്പെടുത്തിയൊക്കെ പണം റെഡിയാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു പണം മുഴുവൻ കിട്ടിയപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി, അവിടുന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അങ്ങ് പോയി. അപ്പോഴാണ് ഈ സംഭവമൊക്കെ അറിയുന്നത്. ഇത് വലിയ തട്ടിപ്പിൽ ഇവരൊക്കെ ഇരയായിട്ടുണ്ട് എന്ന് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാങ്ങാം. ഇനി പുറത്ത് പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ജോർജ് സാർ ഈ ചർച്ചയിൽ വളരെ കെങ്കേമന്മാരായ ഗംഭീരമായി ഈ പ്രൊഫഷണലുകളായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. എനിക്ക് അടുത്തറിയാം, പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം കൂടെ, ഞാൻ അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താനിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ജോർജ് സാർ, ഒറ്റ കാര്യം കൂടി. അതായത് ഇന്ന് ഈ ചർച്ച എന്തിനാണ്? ഈ ചർച്ച ഇനിയെങ്കിലും ഇത്തരം ചതിക്കുഴികളിൽ നമ്മുടെ സുഹൃത്തുക്കൾ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആളുകളോട് പറയുന്നത് സ്വാഭാവികമായും ഇത്തരം കാര്യത്തിൽ നമ്മളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആളുകളെ പലരും വിളിച്ചു, ഒരാളും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞത് ഇരകളാക്കപ്പെട്ട ആളുകൾ, ഈ തട്ടിപ്പിനിരയായവർ, അവരാരും തയ്യാറല്ല. കാരണം
അവർക്ക് ജാള്യതയായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ ജോർജ് സാർ പറഞ്ഞ പോലെ 25 കോടി 2.5 കോടിയൊക്കെ കൊടുക്കാൻ എവിടെ നിന്നാണ്, എന്താണ് എന്ന കാര്യത്തിൽ അന്വേഷണം വരുമെന്നുള്ള ഭയമാകും. എന്തായാലും അവരിൽ പലരും ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ അലീന ബെർലി എന്ന IMCയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അലീന ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കാരണം ഇതുപോലൊരു അനുഭവം അലീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ മറ്റു പലരോടും അവർക്കുണ്ടായ അനുഭവങ്ങൾ വിവരിക്കാൻ വരാൻ വേണ്ടി അവരെ ക്ഷണിച്ചിരുന്നു, പലരും പിന്മാറി. ആ സാഹചര്യത്തിലാണ് ഞാൻ അലീനയെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. ഞാൻ അലീനയിലേക്ക് പോകുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനിലേക്ക് പോകട്ടെ. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇപ്പോൾ ജോർജ് സാർ ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു, അതിലെ ഇതിൻ്റെ എങ്ങനെയാണ് ഇത്തരം ഇടപാടുകളിൽ ചെന്ന് വീഴുന്നത്, അതിൻ്റെ കാര്യങ്ങളായിരുന്നു ശ്രീ ഏലിയാസ് പി ജോർജ് ഈ ചർച്ചയിൽ വിശദീകരിച്ചത്. നിയമപരമായി നമുക്കൊരു സംരക്ഷണം കിട്ടുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഇത്തരം സൈബർ തട്ടിപ്പുകളിൽപ്പെട്ട ആളുകൾക്കുണ്ടോ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ? അതോ നഷ്ടപ്പെട്ട പണത്തെ ഓർത്തും വഞ്ചിക്കപ്പെട്ടതിനെ ഓർത്തും വിഷമിച്ചിരിക്കുക മാത്രമാണോ നമ്മുടെ മുന്നിലുള്ള വഴി? നിലവിലെ നമ്മളുടെ സൈബർ ലോകത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 കൊണ്ടുവന്ന മൈനർ അമെന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം. പക്ഷെ ആ ആക്ട് ഒരുപാട് പുറകിലാണ്. അതായത് 2000 വന്നത്, ഇപ്പൊ 2025 നമ്മൾ നിൽക്കുന്നത്. അപ്പൊ 25 കൊല്ലം പുറകിലാണ്. പക്ഷെ നമ്മൾ സൈബർ മേഖല 25 കൊല്ലം കൊണ്ട് എത്രത്തോളം മാറിയെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഐഫോണിനെ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റ് ഫോണുകൾ, ഏറ്റവും പുതിയ ഫോണുകൾ നോക്കിയാൽ അന്നുണ്ടായിരുന്ന 25 കൊല്ലം മുന്നത്തെ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അത്രമേൽ നമ്മുടെ ജീവിതവും മാറി. അപ്പൊ അത്രമേൽ നമ്മൾ ഈ സൈബർ ഇടത്തിൽ എത്രത്തോളം നമ്മളിപ്പോ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ആ നമ്മുടെ എല്ലാതരം വ്യാപരണങ്ങളും അവിടെയാണ്. അപ്പൊ അവിടേക്ക് പക്ഷേ സൈബർ നിയമം എത്തിച്ചേർന്നിട്ടില്ല. സൈബർ നിയമം വളരെയധികം പരിമിതിയിലാണ് കിടക്കുന്നത്. സ്ത്രീകളുടെ നേരെയുള്ള അട്രോസിറ്റീസ് എങ്ങനെ തടയണം, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ നേരെയുള്ള അട്രോസിറ്റീസ് എങ്ങനെ തടയണം, ഒരു രക്ഷയില്ല. അതൊക്കെ ഇതിന് പരിധിയില്ല. കോമേഴ്സിൽ ട്രേഡിന് വേണ്ടിയിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ കോമേഴ്സും ട്രേഡും തുടങ്ങിയ കാലത്ത് അത് ഉണ്ടാക്കിയെന്നല്ലാതെ അത് കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടാത്തതിനും പിന്നെ റൂളുകൾ മാറ്റാത്തതിനും അത് ഓരോ സംസ്ഥാനങ്ങളിലും അത് ആ രീതിയിലുള്ള നിയമങ്ങൾ വരാതെ സെൻട്രൽ ആക്ടിവിറ്റീസ് നിൽക്കണതിന്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നിയമത്തിന്റെ പരിമിതി വലിയ വിഷയം തന്നെയാണ്. ഇനി ആ നിയമം അറിയാവുന്ന ആളുകൾ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാവുന്നത്, അതായത് അതിന്റെ ഒരു ക്രിമിനൽ വശം നോക്കേണ്ട ആളുകൾ ആരാ? പോലീസുകാരാണ്. അവരാണ് എക്സിക്യൂഷൻ ഓഫീസർ. അല്ലാതെ നമുക്ക് ഈ സൈബർ കേസ് അന്വേഷിക്കാൻ വേണ്ടി സൈബർ മേഖലയിലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അവരുടെ ബുദ്ധിമതി അല്ലെങ്കിൽ ശക്തി വേണ്ട, അത് യാതൊന്നും നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംഗതി ഇതുവരെ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ. അപ്പോൾ സൈബർ മേഖലയിൽ ഈ നിയമം കൈകാര്യം ചെയ്തിരിക്കുന്നവരൊക്കെ ചിലപ്പോ ആ മേഖലയിൽ യാതൊരു വിദ്യാഭ്യാസമില്ലാതെ 1 മാസം കൊണ്ടും അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ ട്രെയിനിങ് കൊടുത്തോട്ടെ, 6 മാസം കൊടുത്തോട്ടെ, 1 കൊല്ലം കൊടുത്തോട്ടെ. പക്ഷെ ഒരു സൈബർ എഞ്ചിനീയറിന്റെ ആ കഴിവ് എന്തായാലും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല. ഒരു അപൂർവം 1-2 ആൾക്കാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൈബർ വിങ് വളരെ മോശമാണ്. അത് IT വിങ് വളരെ മോശമാണ്. IT എന്ന ഒരു മന്ത്രാലയം ഉണ്ടായിട്ട് പോലും നമുക്ക് IT ഉദ്യോഗസ്ഥരില്ല. അതൊരു വലിയ വിഷയമാണ്. ഇൻഫോർമേഷൻ ടെക്നോളജി ഉദ്യോഗസ്ഥർ, അതായത് ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരില്ല. അത് പോലീസുകാരെ മാത്രമാണ്. അത് ഈ സൈബർ പോലീസിംഗ്. അപ്പൊ സൈബർ പോലീസിംഗ് പറഞ്ഞാൽ ഇവര് സൈബർ പോലീസിംഗിൽ നമ്മൾ സൈബർ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. കാറുകളൊക്കെ പോവില്ല അതുപോലെ, ഈ ജീപ്പിൽ ഇവർ റോഡ് കിട്ടുന്ന പോലെ. പക്ഷെ ഈ സൈബർ റോഡില് ഇവർ നോക്കുന്നത് പ്രധാനമന്ത്രിയെ കല്ലെറിയുന്നുണ്ടോ, അല്ലെങ്കിൽ സെലിബ്രിറ്റീനെ കല്ലെറിയുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ്. അപൂർവമായി ചില സ്ത്രീകളുടെ നേരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിസ്റ്റിന്റെ നേരെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നേരെയൊക്കെ അതൊക്കെ ഒരു സ്ഥിരം പരിപാടി. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവർ ഓടി വന്ന് അവരെ എതിരെ കേസെടുക്കാൻ നിൽക്കുന്നല്ലാതെ ഈ മേഖലയില് അറിവ് വേണം. ഈ മേഖലയിൽ, കോമേഴ്സ് മേഖലയില്, ട്രേഡ് മേഖലയില് നടക്കുന്ന കള്ളത്തരങ്ങള്, വഞ്ചനകള്, ബാങ്കിങ് മേഖലയിലൊക്കെ നടക്കുന്ന ഈ വഞ്ചനകളെ അഡ്രസ് ചെയ്യാനും അറിയില്ല. അവിടെ ഇവർക്ക് അറിയില്ല, സൈബർ ആ ഒരു അറിവില്ല, അതിനെക്കുറിച്ച് മേഖലയെക്കുറിച്ച് അറിയില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം അറിവില്ലായ്മയുടെ 2 മേഖല കേട്ടോ. അവർ ചെയ്യുന്നത് എന്ത് നിയമത്തിനെ പോലെയാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാല് ബേസിക്കലി മലയാളികൾ എന്താ പറയുന്നത്, നേരത്തെ സാറ് ഭയങ്കര കൊതിയുള്ളവരോ അങ്ങനെ ആർത്തിയുള്ളവരാണ്. അപ്പം ആട് എന്താ പറയാ മാഞ്ചിയം തേക്ക് ഇങ്ങനെ മറ്റൊരു വശങ്ങളുണ്ട്. ബേസിക്കലി മലയാളികൾ ശുദ്ധ മനസ്സരാണ്. അവർ പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിച്ചാൽ അതിന് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ മലയാളി സംസാരിക്കുമ്പോൾ എല്ലാവരും മലയാളിയെ വിശ്വസിക്കുന്നത്. കാരണം മലയാളി അവനെന്താണോ പറയുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചും ചെയ്യുന്നത്. അപ്പൊ ഈ വിശ്വാസം അത് ചിലപ്പോ ഇന്നസെന്റ് വിശ്വാസം നമ്മൾ വിളിക്കാം, പക്ഷെ അത് ഇഗ്നോറന്റ് വിശ്വാസവും കൂടിയാണ്. അതായത് നമ്മള് ഇപ്പൊ MBBS കഴിഞ്ഞ് ഡോക്ടറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റിച്ചു, ഇത്രയും അറിവുള്ള മനുഷ്യനെ പറ്റിച്ചില്ല, അതായത് 50 കോടി കൊണ്ടുപോയില്ലെന്ന് ചോദിക്കുമ്പോ, 50 ലക്ഷം കൊണ്ടുപോയി ചോദിക്കുമ്പോ അവര് എന്താ പഠിച്ചത്? അവര് +2 കഴിഞ്ഞ് സയൻസ് പഠിച്ചിട്ട് 5 കൊല്ലം
നിയമമാണ് പഠിച്ചത്. 5 വരെ പഠിച്ചത് MBBS. അതിന് MD. അവര് ഒരിക്കലും നിയമം വായിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. അവർ സാധാരണ മനുഷ്യരായിട്ട് പണപരമായി ഡീലിങ്സ് ഇല്ല. അവർ കച്ചവടക്കാരല്ല. അവർ ചിലപ്പോൾ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് ഇഗ്നോറൻസ് ആണ്. അപ്പൊ ആ ഇഗ്നോറൻസ് ഒരുപാട് ക്രിമിനലുകൾ മുതലാക്കുകയാണ്. പിന്നെ പണം വേണ്ടേ സാർ, നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് പണത്തിന് വേണ്ടിയല്ലേ. എവിടെയാണ് ലാഭം കിട്ടുന്നത് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു മനുഷ്യൻ ഏത് കടയിലാണ് ഈ ഡിസ്കൗണ്ട് സെയില് എല്ലാ സംഗതികളും തന്നിട്ടില്ലേ. നമുക്ക് TV വാങ്ങുമ്പോ വേറെ സാധനം ഫ്രീ കിട്ടുന്നു. ഇതൊക്കെ നമ്മൾ ആ ഒരു കച്ചവട തന്ത്രത്തിൽ നമ്മളെല്ലാവരും ഉപഭോക്താക്കള്. കേരളത്തിന്റെ പ്രധാന സ്വഭാവം എന്താ? ഉപഭോക്തൃ സ്വഭാവമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും കൺസ്യൂമറിസം നമ്മൾ ഉണ്ടാവാൻ കാരണം? ഇതേ സ്വഭാവം നമ്മുടെ അടിസ്ഥാനപരമായ ഈ ഒരു പൊട്ടൻ ട്രസ്റ്റ് എന്താ പറയാ, നമ്മൾ അതിന് അത്രയും ഒരു വാക്ക് പറയേണ്ടി വരും. ഇഗ്നോറൻസിന്റെയോ അല്ലെങ്കിൽ എന്താ പറയുക ഇന്നസെൻസിന്റെയോ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് കാരണം ഇത്രയും ചീറ്റിംഗ് കേസ് കേരളത്തിലുള്ളത്. എന്റെ അമ്മായി എനിക്ക് തിരിച്ചു തരും എന്ന് വിചാരിച്ച് എനിക്ക് സ്വർണം കൊടുക്കാണ്. എന്റെ ഭർത്താവ് എനിക്ക് തരുമെന്ന് എനിക്ക് കൊടുക്കാണ്, അല്ലെങ്കിൽ മറ്റു അയൽക്കാരന് കൊടുക്കാണ്. ഒരു വരി പോലും എഴുതാതെ നമ്മൾ എത്രയോ ആളുകൾക്ക് എന്തൊക്കെ പണം കയ്യിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഇവര് ഇങ്ങനെ ഹുണ്ടിക പണത്തിന്റെ ആൾക്കാരോ നാട്ടുകാരെ പറ്റിക്കുന്ന ആൾക്കാരല്ല. കേരളത്തിലെ വളരെയധികമുള്ള ചീറ്റിംഗ് കേസുകൾ. ഇപ്പൊ ചിലർ ചെക്ക് വാങ്ങിച്ചേക്കും, പക്ഷെ അതും ചീറ്റിംഗ് കേസായി മാറാണ്. അപ്പൊ നമുക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് 30 ലക്ഷം നമ്മൾ എടുക്കാം, നമുക്ക് അടയ്ക്കാൻ പറ്റില്ല അറിഞ്ഞിട്ട് നമ്മൾ എടുക്കാണ്. അതുപോലെ തന്നെയാണ് ഇത്. നമ്മൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്തിന് ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനത്തെ സൈബർ തട്ടിപ്പുകളിൽ ഇരയാക്കപ്പെട്ടവർ, പുറത്തു പറയാത്തവർ വക്കീലിന്റെ സഹായം തേടാറുണ്ടോ? തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, എന്റെ സഹായങ്ങൾ എഴുതി കൊടുക്കാറുണ്ട്. അത് എന്ത് എഴുതി കൊടുക്കാൻ പറ്റുക? എനിക്ക് പോയിട്ട് സൈബർ കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ സൈബർ കോടതി ഇല്ല, സൈബർ പോലീസ് ഉദ്യോഗസ്ഥരില്ല. അതായത് വിജിലൻസ് കോടതിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷെ സൈബർ കോടതിയിൽ സൈബർ പോലീസ് ഉദ്യോഗസ്ഥരില്ല. അപ്പൊ ഒരു വക്കീലിന് അങ്ങനെ സഹായിക്കാൻ പറ്റും. പിന്നെ വക്കീൽ എന്ത് ചെയ്യാൻ പറ്റും? വക്കീലിന് ഈ പോലീസുകാർക്ക് എല്ലാവരും അപേക്ഷ എഴുതി കൊടുക്കാൻ പറ്റും, കാരണം ഇവരെഴുതിയ പോരാ. അപ്പൊ നമ്മൾ കുറച്ച് IPC എന്ന് അറിയപ്പെട്ടിരുന്ന നമ്മുടെ പഴയ അതായത് ഇപ്പൊ BNS എന്ന നമ്മുടെ ഈ ആക്ട്, അതായത് നമ്മുടെ ശിക്ഷാ നിയമപ്രകാരം ചീറ്റിംഗ്, അതുപോലെ IT എന്നിവയുടെ ചില വകുപ്പുകൾ പ്രകാരം ചീറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ചീറ്റിങ്ങിന് ഒരു കേസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ചീറ്റിംഗ് കേസ് ആണ് 420 അല്ലെങ്കിൽ പണ്ടത്തെ 420. ഈ ചീറ്റിംഗ് കേസ് അവസ്ഥയിൽ നിൽക്കുമ്പോ നമ്മുടെ അവസ്ഥ എന്താ? എന്ത് ചെയ്യാൻ പറ്റും പോലീസുകാർക്ക്? ഇത് എവിടെ എവിഡൻസ്? ഈ എവിഡൻസ് എങ്ങനെ പോലീസ് ഡിഗ് ചെയ്ത് നിൽക്കും? അവസാനം ചോദിക്കുന്നത് അറിയോ? നിങ്ങളുടെ ഫോൺ എടുക്കാം. അപ്പൊ ഈ ഫോൺ നമ്മൾ സറണ്ടർ ചെയ്തിട്ട് ഈ ഫോൺ വെച്ചിട്ട് വേണം എനിക്ക് പരിശോധിക്കാൻ. ഈ ഫോൺ കൊടുത്താൽ പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? എൻ്റെ വേറെ ഫോൺ ഉണ്ടോ? നമ്മളിപ്പോ അസഭ്യം കേട്ടു ഞാൻ ഈ ഫോണിൽ കൂടെ ഫോൺ തരുമെന്ന് പറയും. അപ്പൊ ഫോൺ കൊടുക്കേണ്ടി വരും, ലാപ്ടോപ്പ് കൊടുക്കും. നമ്മൾ നമ്മുടെ കയ്യിൽ എല്ലാ സാധനവും സറണ്ടർ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോ അങ്ങനത്തെ ഈ ഡിജിറ്റൽ സ്ഥലങ്ങൾ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്തിന് ഇതിനകത്ത് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഇനിയിപ്പോൾ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം, അവർക്ക് ഒരുപക്ഷെ അറിയാൻ താല്പര്യം ഉണ്ടാവുകയും ഇത്തരം തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യണം, അതുപോലെ ആരോടാണ് പരാതിപ്പെടേണ്ടത്, എന്താണ് അതിൻ്റെ നിയമവഴികൾ എന്നൊക്കെയാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. അതിനുമുമ്പ് ഞാൻ അലീന ബെർലിൻ നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതുപോലെ ഒരു തട്ടിപ്പിൻ്റെ വക്കിലെത്തി അതിനെ കടന്ന വ്യക്തി എന്ന നിലയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ആളുകളെയും നമ്മൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചു. തട്ടിപ്പിനിരയായവർ അവർ തന്നെ വന്ന് അവരുടെ ആ ഒരു അനുഭവങ്ങൾ പറയട്ടെ എന്ന് കരുതി, പക്ഷേ ആരും തയ്യാറായില്ല. അലീന ഈ എന്താണ് അലീനയ്ക്ക് സംഭവിച്ചത്? തട്ടിപ്പിനിരയായോ, തട്ടിപ്പിനടുത്തെത്തിയോ, അതോ തട്ടിപ്പ് നടത്തിയോ? എന്താ സംഭവിച്ചത്? നമസ്കാരം. തട്ടിപ്പിന് ഇരയായില്ല, അതിന്റെ വക്കിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു പോന്നു എന്ന് വേണം പറയാൻ. ഞാൻ കോളേജിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ്. കുറച്ച് മാസങ്ങൾ മുമ്പാണ് പാസ് ഔട്ട് ആയത്. കോളേജിൽ മദ്രാസിൽ പഠിച്ചിരുന്ന സമയത്താണ് നമ്മൾക്കൊരു കോളേജിൽ നിന്നൊരു പ്രൊജക്റ്റ്, ഒരു അസൈൻമെന്റ് തന്നു. ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കാശ് അധ്വാനിച്ചുണ്ടാക്കുക, എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാന്നുള്ളത്. അത് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വേറൊരു നാട്ടിലാണ്, കേരളത്തിലല്ല. അപ്പോൾ ഭാഷയുടെ ഒരു പ്രശ്നം എല്ലാം കൊണ്ട് ഓഫ്ലൈൻ ജോലികൾക്ക് അല്ലെങ്കിൽ കടയിൽ പോയി എന്തെങ്കിലും ജോലി തപ്പുക എന്ന് പറയുന്നത് പ്രയാസമായതുകൊണ്ട് ഓൺലൈൻ വഴികളാണ് നോക്കിയത്. അങ്ങനെ OLX എന്നാണ് ഒരു ഡേറ്റ എൻട്രിയുടെ ഒരു ഇത് കാണുന്നത്. ഒരുപാട് ഡേറ്റ എൻട്രികളുടെ ജോലികൾ കണ്ടിരുന്നെങ്കിലും അതിലെല്ലാം കോഷൻ ഡെപ്പോസിറ്റ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് പിന്നെയും പറ്റിക്കപ്പെടുമോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പറയുന്ന ഒരു കമ്പനി, ഈ ഒരു നമ്മൾ ഡേറ്റ എൻട്രി ചെയ്ത കമ്പനി, അവർ അങ്ങോട്ട് കാശൊന്നും ചോദിക്കുന്നില്ലായിരുന്നു. നേരെ മറിച്ച് അവർ പറഞ്ഞത് ഇത്ര ദിവസത്തിൽ ഇത്ര ഫോം ചെയ്താൽ ഇത്ര രൂപ ലഭിക്കും, ചെയ്തില്ല അല്ലെങ്കിൽ ആ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അക്യുറസി തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരു ഇത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പം റിസ്ക് ഇല്ലല്ലോ, നമ്മൾ അങ്ങോട്ടായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഓൺലൈനാണ്, നമ്മൾക്ക്
പറഞ്ഞ പ്രൊജക്ട് കൃത്യസമയത്ത് വെക്കാൻ പറ്റുമെന്ന് ഓർത്ത് നമ്മളത് ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം ചെയ്ത് എല്ലാ ഫോമും കറക്റ്റ് ആയിട്ട് ചെയ്തു. ഞാനും കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടിയാണത് ചെയ്തത്. അതിൽ ഞാൻ ചെയ്തിരുന്നപ്പോഴൊക്കെ ഞാൻ കുറച്ച് ഫോംസിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ഒരു പ്രൂഫായിട്ട്. നാളെ അവർ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൂഫായിട്ട് ഞാൻ ഫോട്ടോസ് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവര് പിന്നീട് ഇത് ഒരു 5 ദിവസത്തെ ജോലിയായിരുന്നു. 5 ദിവസം കഴിഞ്ഞ് അവർ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തതിൽ 90% തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ് അവർ നമുക്ക് മെസ്സേജ് അയക്കുകയും നമ്മളെ വിളിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് വ്യക്തമായിട്ട്, നിങ്ങൾക്ക് ഒരു വിധത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് എനിക്ക് ഉറപ്പാണ്, അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത്, ഇല്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്ത അതേ ഫോമുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത്, ഇതിൽ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നീട് അവര് പിന്നീട് ഒരു അഡ്വക്കേറ്റിന്റെ നമ്പറിൽ നിന്ന് അവര് ഒരു അഡ്വക്കേറ്റ് ആണ് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു ആളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഒരു അഡ്വക്കേറ്റിന്റെ പ്രൊഫൈൽ പിക്ചർ ആയിരുന്നു. അങ്ങനെ ആ നമ്പറിൽ നിന്ന് എനിക്ക് ഒരു മെസ്സേജ് വരികയാണ്, ഇങ്ങനെ എൻ്റെ ക്ലയന്റ് പറഞ്ഞു നിങ്ങൾ ഇത് തീർത്തിട്ടില്ല എന്ന്. അപ്പൊ ഒന്നില്ലെങ്കിൽ വേഗം അവർ പറഞ്ഞ കാശ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്തായാലും കാശ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ശരിയായി തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഒരു ലീഗൽ നോട്ടീസ് ആണ് അയക്കുന്നത്. അപ്പൊ നമുക്കിതെല്ലാം ഒരു PDF ആയിട്ട് അയക്കുന്നത്. നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ആരാണെങ്കിലും ഇത് കാണുമ്പോൾ പാനിക് ആവും. നമ്മൾക്കൊരു ലീഗൽ നോട്ടീസ് വരണം ഒരു അഡ്വക്കേറ്റിന്റെ, ഇത്രയും രൂപ അടച്ചില്ലെങ്കിൽ പൂനെ കോർട്ടിൽ ഹാജരാവേണ്ടി വരും, 3 ദിവസത്തിന് ശേഷം പൂനെ കോർട്ടിൽ ഹാജരാവണം, ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൂടാതെ വീട്ടിൽ എല്ലാവരും പൂനെ കോർട്ടിൽ പോയി ഹാജരായോ? ഇല്ല, പൂനെ കോർട്ടിൽ 2 ദിവസത്തിന് ഹാജരാവണം, 3 ദിവസത്തിന് ഹാജരാവണം പറഞ്ഞു. അതുകൂടാണ്ട് ഇവിടെ അറസ്റ്റ് വാറണ്ടും വരും പറഞ്ഞു. പെട്ടെന്ന് ഇത് കാണുമ്പോൾ ആരായാലും പേടിച്ചു പോകും. ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുക ചെയ്തത്. വീട്ടിൽ വിളിച്ചത് കാരണം ഹോം അഡ്രസ്സിലേക്കും നമ്മളുടെ ഈ സമൻസ് പോലത്തെ എന്തൊരു സംഭവം എനിക്ക് അയച്ച ഒരു ലീഗൽ നോട്ടീസ്, അത് വീട്ടിലേക്കും പോകും പറഞ്ഞു. ആദ്യം വീട്ടിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവര് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എന്റെ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണ് എനിക്ക് ഭയപ്പെടാണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നത്. ഞാൻ ഒരു കാര്യം അലീന ഇടയ്ക്ക് ഒരു കാര്യം, അതായത് അലീന സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മൈക്ക് കുറച്ചൊന്ന് താഴ്ത്തിയാൽ മതി. യാ, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ. അപ്പം വീട്ടിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് പറഞ്ഞത്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, എന്തുണ്ടെങ്കിൽ നമ്മൾ നേരിടും, ഒരു വിധത്തിൽ അവർക്ക് 1 രൂപ പോലും അയച്ചു കൊടുക്കരുത്, അവർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. 1 രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി, ഇതുവരെ സേഫ് ആണ്, ഒന്നും ചെയ്യരുത് പറഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പൊ തന്നെ അവരുടെ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ബ്ലോക്ക് ചെയ്തു. അവർക്ക് ഒരു വിധത്തിലും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പിന്നെയും അവർ വേറെ നമ്പറിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചു. അലീന, ഈ സ്റ്റോറിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എനിക്ക് അറിയാനുള്ളത്, അലീന മാത്രമല്ല, അലീനയുടെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി ഇതൊക്കെ ചെയ്തത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ റെസ്പോണ്ട് ചെയ്തത്, ഓർ വാസ് ഇറ്റ് ജസ്റ്റ് യു? ബാക്കി എല്ലാവരും പൈസ ആരെങ്കിലും അയച്ചു കൊടുക്കുകയോ ചെയ്തോ, അല്ലെങ്കിൽ എല്ലാവരും വീട്ടുകാരെ അറിയിച്ചോ, അവരാരും ഭയപ്പെടാതിരുന്നോ? നമ്മളെല്ലാവരും ഇനീഷ്യലി ജസ്റ്റ് ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റിലേക്കെങ്കിലും പാനിക് ആയിരുന്നു. അതിലൊരു കുട്ടി, ആൾക്ക് വീട്ടിൽ ഇത് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. എല്ലാവരുടെയും വീട് ഒരേപോലെ ആവണം എന്നില്ല, എല്ലാവരുടെയും സപ്പോർട്ട് സിസ്റ്റം സ്ട്രോങ് ആവണം എന്നില്ല. അപ്പൊ ആ കുട്ടിക്ക് ഇത് വീട്ടിൽ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ വീട്ടിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വരുന്ന കോളുകളെല്ലാം ആ കുട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബാക്കി ഞങ്ങൾ എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് അവരോട് റെസ്പോണ്ട് ചെയ്തപ്പോൾ ഒരാൾ പാനിക് ആവുന്ന അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ പാനിക് ആവുന്ന ആളെയാണ് പിന്നീട് അവർ ടാർഗറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടേയിരുന്നത്. അപ്പൊ ആ കുട്ടിക്ക് വീട്ടിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ കുട്ടി അവര് ചോദിച്ച കാശ് നമ്മൾ ഏർണിംഗ് അല്ല, നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്, എങ്കിൽ പോലും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വേഗം കൊടുത്താലോ എന്നൊരു ചിന്തയിൽ വരെ അവസാന നിമിഷം എത്തി. അയച്ചു കൊടുത്തില്ല, പക്ഷെ അയച്ചു കൊടുക്കാം എന്നൊരു നിലയിൽ വരെ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു, ഒരാൾ അയച്ചു കൊടുത്താൽ പോലും ബാക്കിയുള്ളവർക്ക് വിഷയമാകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. നിങ്ങളുമായിട്ടുള്ള മുഴുവൻ കമ്മ്യൂണിക്കേഷനും അത് വാട്സാപ്പിലൂടെ മെസ്സേജസ് വഴിയാണോ, മെയിൽ വഴിയാണോ, അതോ ഓവർ ഫോണാണോ? വാട്സാപ്പിൽ അവർ അയച്ചു. അതുകൂടാണ്ട് അവര് ഫോൺ വിളിച്ചിരുന്നു. ഏത് ഭാഷയിലാണ് അവർ സംസാരിച്ചത്? അവര് ഇംഗ്ലീഷ് ആണ്, പക്ഷെ അവരുടെ ഇംഗ്ലീഷിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ടച്ച്, നമുക്ക് ആ ഒരു ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, അത്ര നന്നേ ഫ്ലുവന്റ് അല്ലാത്തൊരു ഇംഗ്ലീഷ് അങ്ങനെയായിരുന്നു.
ഓക്കെ, അലീനയ്ക്കും അലീനയുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമുക്കറിയേണ്ടത് ഇത് തടയാൻ എന്തൊക്കെ ചെയ്യണം, മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം, എങ്ങനെയാണ് ഇതൊരു തട്ടിപ്പാണെന്ന് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുക. ഒരു തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ ഏലിയാസ് പി ജോർജ്, ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ്. കാരണം ഇത് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയും ബോധവൽക്കരണവും മുന്നറിയിപ്പും ഒക്കെ കൊടുത്താലും വീണ്ടും ഇതിൽ വഞ്ചിക്കപ്പെടുന്നവരുടെ എണ്ണം ഉണ്ടാകും എന്ന് നമുക്കറിയാം. പക്ഷേ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഏലിയാസ് പി ജോർജ്. ഇവിടെ അലീന പറഞ്ഞത് അവർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടായ ഒരു അനുഭവമാണ്. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എനിക്ക് തോന്നിയത് ഈ ഓരോരുത്തരും ഈ വിഷയത്തോട് പ്രതികരിച്ച രീതിയാണ്. അതിൽ അവർ റെസ്പോണ്ട് ചെയ്ത രീതി വ്യത്യസ്തമാണ്. കാരണം വീട്ടിലൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ആളുകൾ അവരുടെ വീടുകളിൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് അവർക്കൊരു പിന്തുണ കിട്ടി, അവർക്ക് ധൈര്യം കിട്ടി. പക്ഷേ വീട്ടിൽ പറയാതെ അല്ലെങ്കിൽ വീട്ടിൽ പറയാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികൾക്ക് മാനസികമായ സമ്മർദ്ദമുണ്ടായി. ഒരുപക്ഷെ ഇവരുടെ സൗഹൃദത്തിൻ്റെ ഒരു പിന്തുണയൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കാമായിരുന്നു. കാരണം അറസ്റ്റ് വരുന്നു, പിന്നാലെ വലിയ തുക തിരിച്ചടക്കേണ്ടി വരുന്നു, പഠിക്കുന്ന കുട്ടികളായിരുന്നു, അവർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകുമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ഒരാൾ ചെയ്യേണ്ടത്? ശ്രീ ഏലിയാസ് പി ജോർജ്, വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ശരി ഗോപികൃഷ്ണൻ, നല്ലൊരു ചോദ്യമാണ്. അതിൽ പറയാനുള്ള കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇതിലൊരു വിക്ടിമായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ഒരു പേഴ്സണലി നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. ഈ ഫോം ഒറിജിനലാണോ ഫേക്ക് ആണോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എങ്ങനെയോ നമ്മൾ ഈ ചതിയിൽപ്പെട്ടു, ആ കാര്യം നമുക്ക് പൂർണ്ണമായും മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണമെന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസസ് കഴിവതും നിങ്ങൾ കളക്ട് ചെയ്യുക. നിങ്ങളിലുണ്ടാവണം സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട്, പിന്നെ വാട്സപ്പ് മെസ്സേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്, ഓഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊന്ന് റെക്കോർഡ് ചെയ്യുക, വീഡിയോസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മെസ്സഞ്ചർ വഴി വെബ്ക്യാം വഴി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസും ക്ലിപ്പിങ്സും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നമ്മുടെ പ്രൈമറി എവിഡൻസ്, അതായത് നമ്മുടെ ഡിവൈസ് ഒരിക്കലും ഒരു പ്രൈമറി എവിഡൻസായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മുമ്പ് ഹാജരാക്കേണ്ട യാതൊരുവിധമായ ആവശ്യമില്ല. കാരണം ഭാരതീയ സാക്ഷി അധിനിയം വകുപ്പ് 63 പ്രകാരം സർട്ടിഫിക്കേഷൻ, ഈ വകുപ്പ് പ്രകാരം സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്കൻഡറി എവിഡൻസ്, അതായത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ CD-യിലോ പെൻഡ്രൈവിലോ കോപ്പി ചെയ്യുന്നതും വിത്ത് സർട്ടിഫിക്കേഷൻ, അത് പ്രൈമറി എവിഡൻസിൻ്റെ അതേ എവിഡൻഷ്യറി വാല്യൂയോട് കൂടി തന്നെ കോടതി അത് തെളിവായിട്ട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഏലിയാസ് പി ജോർജ്, ആ ഭാഗമൊന്നും ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. അതായത് ഇത്തരമൊരു സംഭവത്തിൽ നമ്മൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ എന്ത് ഡിവൈസ് ആണെങ്കിലും അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്? ഈസ് ദാറ്റ് റൈറ്റ്? അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവരുടെ റെഗുലർ ഉപയോഗത്തിലിരിക്കുന്നതാണ് എങ്കിൽ, ആ വിക്ടിമിൻ്റെ റെഗുലർ ഉപയോഗത്തിലിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് എങ്കിൽ അത് മാൻഡേറ്ററി അല്ല. ഒരു പ്രൈമറി എവിഡൻസ് തന്നെ കോടതിക്ക് നൽകണമെന്ന് മാൻഡേറ്ററി അല്ല. കാരണം ആളുടെ റെഗുലർ ഉപയോഗത്തിലുള്ളതാണ്, അയാൾക്കത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഞാനീ പറഞ്ഞത് BSI 63 പ്രകാരം ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ എന്ത് ചെയ്യണം, ആ ഡിവൈസിൽ നിന്നും പ്രിൻ്റ് ഔട്ട് അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡറി എവിഡൻസസ് നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. ആ കോപ്പി ചെയ്തെടുക്കുന്ന എവിഡൻസസിനാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ആ പൊസഷനിൽ ആരാണോ ഡിവൈസിൻ്റെ പൊസഷനിലുള്ള ആൾ, അയാളാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത്. ആ സർട്ടിഫിക്കേഷൻ പ്രകാരം അതിന് തെളിവിൻ്റെ എല്ലാവിധമായ മൂല്യങ്ങളും കോടതി നൽകുന്നതാണ്. ശരി. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ 1930 എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടല്ലോ ശ്രീ ഏലിയാസ് പി ജോർജ്, അതിൽ നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് 1930 നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാം. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാകും. ശ്രീ ഗോപികൃഷ്ണൻ, ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു 99% സൈബർ ക്രൈം കേസുകളും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ നെറ്റ്വർക്കിൻ്റെ വീക്ക്നെസ്സിനെയോ വൾണറബിലിറ്റീസിനെയോ ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതല്ല എന്നാണ് എൻ്റെ ഒഫീഷ്യലായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ചെയ്യുന്നത്. ഒന്ന്, IP അഡ്രസ്സ് ബേസ് ചെയ്ത് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. രണ്ടാമത്തത് ഈ പേയ്മെൻറ്റ്, ഈ ഫ്രോഡുലൻ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഫ്രോഡുലൻ്റ് അക്കൗണ്ട് ഉണ്ടാവും. ഈ ഫ്രോഡുലൻ്റ് അക്കൗണ്ട് ബേസ് ചെയ്തുമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എന്ത് വേണം, എവിഡൻസ് വേണം. ഈ എവിഡൻസ് തീർച്ചയായിട്ടും
ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പം തന്നെ ഫസ്റ്റ് ഇൻഫോർമൻറ്റ് നമുക്ക് എവിഡൻസും കൂടെ ഹാജരാക്കി തരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് കുറച്ചുകൂടെ വളരെ ഈസി ആവും, കോടതിയിലും അത് കുറേ റിലയബിലിറ്റി ഉണ്ടാവും. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് ഗോവിഷൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഒന്ന് ക്ലിയർ വ്യക്തമാക്കാം ഗോവിഷൻ. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ സാധാരണ നിലയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗം, അത് ഇപ്പോൾ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 1930 എന്ന ഹെൽപ്പ് നമ്പറിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്നും പിന്നീട് ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ, സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നുമാണ്. അത് തന്നെയാണല്ലോ അല്ലേ നമ്മൾ ആദ്യം തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെസ്പോൺസും നമുക്ക് അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് എൻഡിൽ കുറേ ഓഫീസേഴ്സ് ഉണ്ടാവും, ബാങ്കിൻ്റെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും, പേയ്മെൻറ്റ് ഗേറ്റ്വേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഈ സിറ്റിസൺ സെൻട്രിക് ആയിട്ടാണ് നമ്മൾ 1930 ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന് പറഞ്ഞ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ സിറ്റിസൺ സെൻട്രിക് ആയിട്ട് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണം ഇതിനകത്ത് പുട്ട് ഓൺ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കൂടെ നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. അവർ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് ഇത് നൽകണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ cybercrime.gov.in എന്ന് പറഞ്ഞ പോർട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ എവിഡൻസസ്, അതായത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രയോജനം കൂടെയാണ്. എങ്കിലും കൂടുതൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന 1930 വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ശരി, ജോർജ് ജോസഫ് സാർ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ മലയാളിക്ക് പണം ഇരട്ടിച്ച് കിട്ടാനുള്ള ആഗ്രഹം, അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പല പ്രലോഭനങ്ങളിലും പെട്ട് ആളുകൾ വീണു പോകുന്നതിനെ കുറിച്ചാണ്. ഇനി ഇതിൻ്റെ ഒരു മറുഭാഗവും കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു ജോർജ് ജോസഫ് സാർ. അതായത് പണത്തിന് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് ലോൺ എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി നമ്മുടെ വാട്സാപ്പുകളിൽ മെസ്സേജുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് ഉടൻ തന്നെ ലോൺ കിട്ടുന്നു, വളരെ ചെറിയ ചില ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതി, പിന്നെ അതിലെ ഒരു തിരിച്ചടവ് മുടങ്ങിയാൽ മതി, നമ്മുടെ പിന്നെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായ മെസ്സേജുകൾ, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, അങ്ങനെ പൊതുസമൂഹത്തിൽ നമ്മളെ മോശമാക്കി ചിത്രീകരിക്കുന്ന പരിപാടികളൊക്കെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് വേറെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു അനുഭവമായി പറഞ്ഞത്, ഇത്തരം ഇൻസ്റ്റൻറ്റ് ലോൺ യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരാം, നമുക്ക് ലോൺ വേണമോ വേണ്ടയോ എന്നത്. ഒരു ക്ലിക്കിൽ ചിലപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇനി ഇത്തരം വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വീണ്ടും അടുത്ത നമ്പറിൽ നിന്ന് വരുന്നു, അത് ബ്ലോക്ക് ചെയ്താൽ അതിനടുത്ത ദിവസം വേറൊരു നമ്പറിൽ നിന്ന് വരുന്നു. അങ്ങനെ എത്ര തവണ ബ്ലോക്ക് ചെയ്താലും വീണ്ടും വീണ്ടും വരുന്ന ഒരു സംവിധാനം. ഇതൊക്കെ നമ്മളെ ഒരു തട്ടിപ്പിന് നമ്മൾ എത്ര കരുതലോടുകൂടി ഇരുന്നാലും നമ്മളെ പ്രലോഭനത്തിൽ കൊണ്ടുപോയി വീഴിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് പൈസയ്ക്ക് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് പൈസ കിട്ടുന്ന എന്ത് മാർഗമുണ്ടെങ്കിലും അവരത് അന്വേഷിക്കും, അതിൽ പോയി വീഴും. ജോർജ് ജോസഫ് സാർ അല്ലേ? ഇല്ല, ശരി, ആ പറഞ്ഞതൊക്കെ ശരി തന്നെ. ഞാൻ ഒരു കാര്യം, ഈ തട്ടിപ്പിൻ്റെ വിധേയമാകുന്ന നമുക്കൊരു കോൾ ഇതുപോലെ വന്നു, ബോംബെ പോലീസ്, മറ്റേ പോലീസ്, അങ്ങനെ ഒരു പോലീസിൻ്റെ യൂണിഫോം, ഇങ്ങനെ ഇനിയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പലർക്കും പറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ ചർച്ച കേൾക്കാത്തവരും പത്രം വായിക്കാത്തവരും മൊബൈൽ നോക്കാത്തവരും ഫുൾ ടൈം ഈ ട്രേഡിങ്ങിലും ഈ സെക്ഷുവലായിട്ടുള്ള ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയാണ് ഈ പറ്റുന്നത്. അവർ ഒരു ഡിജിറ്റൽ ലിറ്ററേറ്റ് അല്ല അവർ. എലിയസ് ജോർജ് പറഞ്ഞ പോലെ അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം പറയുന്നത് അതല്ല, നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊരു മാർഗം. ഇങ്ങനെ ഒരു കോള് വന്നാൽ, നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റാണ് എന്ന് പറഞ്ഞ കോള് വന്നാൽ ഉടനെ അങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞോളുക, ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കാം, നിങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് തരിക, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവർ മറ്റൊരാളുടെ അടുത്തോ, ഒരു വക്കീലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വിവരമുള്ള ഒരാളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുക, അയാളെ ഫോൺ കേൾപ്പിക്കുക. അപ്പം തന്നെ നമുക്ക് കള്ളി വിളിച്ചത്. അതുകൊണ്ട് ഇത് മേലെ ആർക്കും പറ്റില്ല. ആരെങ്കിലും വിളിച്ചാലും ശരി, എങ്ങനെ വിളിച്ചാലും ശരി, അയാളുടെ ഫോൺ ഇങ്ങോട്ട് ഏത് ഓഫീസറാണ്, നിങ്ങളുടെ പേര് പറയാം, കള്ളപ്പേര് പറഞ്ഞോട്ടെ, ഒരു നമ്പർ തന്നോട്ടെ, തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യണം. അത് വക്കീലാണെന്ന് നല്ലത്, ഇല്ലെന്ന് അങ്ങും പോകണ്ട, നിങ്ങളുടെ വീടിനടുത്ത് വിവരമുള്ളവർ ആരെങ്കിലും സാധാരണക്കാർ കാണും. അവന്മാർ ഇതിനെപ്പറ്റി നല്ല ആശാന്മാരാണ്. കാരണം ഈ ഡിജിറ്റലായിട്ട് പലർക്കും പല കാര്യങ്ങളും, നല്ല വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഈ രീതിയിലൊന്നും ഒരു കാര്യങ്ങൾ പ്രിസർവ് ചെയ്യാൻ, അതിലെടുക്കാൻ അവർക്കൊന്നും അറിയില്ല. അവർക്ക് അത്യാവശ്യമുള്ള ഡിജിറ്റലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് കുറച്ചൊക്കെ ചെയ്യാൻ അറിയാവുന്നല്ലാതെ എനിക്കും അത് കൂടുതലൊന്നും അറിയാനില്ല. പക്ഷേ തിയറിറ്റിക്കലായിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇതുപോലെ ഇനി മലയാളിക്ക് ആർക്കെങ്കിലും ഇത് പറ്റാതിരിക്കട്ടെ. കാരണം ഞാൻ നേരത്തെ മലയാളി വിവിധങ്ങളായ തട്ടിപ്പുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന, അതിനകത്ത് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ട്രേഡിങ്ങും മറ്റേത് മറിച്ചതൊക്കെ നമുക്കറിയാം. അതുപോലെ ചില ലോണുകൾ, അതിനകത്തൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് തട്ടിച്ചെടുത്ത് ജീവിക്കുന്നവർ ധാരാളം മലയാളികളുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻഫർമേഷൻ ഇപ്പം അത് വന്നു കഴിഞ്ഞു. അതെല്ലാം ഒരു തട്ടിപ്പിൻ്റെ മേഖലയായിട്ടാണ് ഞാൻ കാണുന്നത്. കംപ്ലീറ്റ് അഡ്വാൻസ്മെൻറ്റ് ഈ ഡിജിറ്റലിൽ വന്നിട്ടുള്ളതെല്ലാം തട്ടിപ്പാണ്. പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക് അത് ഉപയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇതിനകത്ത് നേരത്തെ മലയാളി ഞാൻ തുടക്കത്തിൽ അന്വേഷിച്ച കേസാണ്. അത് നമുക്ക് തന്നെ ചിരി. നാഗമാണിക്യം കേട്ടിട്ടുണ്ടോ? സ്വർണ്ണച്ചേന കേട്ടിട്ടുണ്ടോ? നാഗമാണിക്യത്തിന് ഒരു മർഡർ കേസ് കട്ടപ്പന ഉണ്ടായിട്ടുണ്ട്.
അത് നല്ല വിദ്യാഭ്യാസമുള്ള കുറേ ആൾക്കാരാണ് അതിൻ്റെ അകത്ത് പെട്ടുപോയത്. നാഗമാണിക്യം എന്ന് പറഞ്ഞാൽ നാഗം, പാമ്പ്, കോബ്ര, അത് പ്രായമായി കഴിഞ്ഞാൽ അതിന് ആഹാരം തേടാൻ കഴിയില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ വിഷം, വായിലിരിക്കുന്ന വിഷം അത് ഉരുട്ടി വെച്ചിട്ട് രാത്രിയാകുമ്പം അതെടുത്ത് വെളി വെക്കും. ഈ പാമ്പ് നാക്കുകൊണ്ട് അതിന് പ്രകാശം വരും. ആ പ്രകാശം വരുമ്പം അവിടെ ഈച്ച പൊതിയുമ്പം അതെടുത്ത് വിഴുങ്ങിയാണ് ആഹാരം കഴിക്കുന്നത്. ഈ 2-3 MA-ക്കാരൊക്കെ ഉള്ളവരാണ് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ നാഗമാണിക്യത്തിൻ്റെ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അത് കട്ടപ്പന ഒരു മർഡറുണ്ട്. ഇതേ രീതിയിലുള്ള തട്ടിപ്പുകൾ നിരന്തരം വന്നുകൊണ്ട് അതിനകത്ത് വീഴാതിരിക്കുക, പണം ഉണ്ടാക്കാൻ അധ്വാനിച്ചുണ്ടാക്കാൻ പഠിക്കുക. ഇതുപോലെ വേറൊരാളുടെ പണം നമ്മൾ തട്ടിച്ച് ഡിജിറ്റിനകത്ത് കുറച്ച് 5 രൂപ ഇട്ടിട്ട് 50 ലക്ഷം രൂപ വരുന്നെങ്കിൽ അത് തട്ടിപ്പാണ്. മറ്റു പലർക്കും ആ പണം നഷ്ടപ്പെടുകയല്ലേ നമ്മൾ ചിന്തിക്കുക. ഇത് മലയാളിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമാണ്. എവിടെ പോയാലും നോക്കിയാലും മലയാളി കാണും എവിടെയെങ്കിലും ഏതെങ്കിലും തട്ടിപ്പ്. അല്ല, ഈ പറഞ്ഞതൊക്കെ ആരുടെങ്കിലും ഒക്കെ കണ്ണ് തുറക്കാൻ സഹായകരമാകട്ടെ. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഞാൻ ഒരല്പം വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ നിയമം അറിയുന്ന അഭിഭാഷകർക്കിടയിൽ ഇതുപോലെ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ട ആളുകളുണ്ടോ? അവരും മുന്നോട്ട് എന്താണ് വഴിയെന്നറിയാതെ നിൽക്കുന്നവരുണ്ടോ? അപ്പം തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട വക്കീലന്മാരുണ്ട്, തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്ന വക്കീലന്മാരുണ്ട്. ഈ മലയാളിയുടെ ഒരു കാര്യത്തില് മലയാളിയുടെ കച്ചവട ബുദ്ധി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ പണം അധ്വാനിക്കാതെ ഇങ്ങനെ കൈക്കലാക്കി കപ്പം വഴി മറ്റു പലരും വഴി തിരിച്ച് ഇങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യർ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവുമ്പോ ഇങ്ങനെ പണിയെടുക്കാതെ വിയർപ്പിന്റെ അസുഖം, പണം ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അത് തല മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിയാണ്. ഭയങ്കര ബുദ്ധിയാണ്, കണക്കിന്റെ ബുദ്ധിയാണ്. അപ്പൊ നമ്മളുടെ മനസ്സ് വെച്ചിട്ട് അവര് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ഇപ്പൊ ഒരു പ്രൊഫസർ ആയിട്ടുള്ള ഒരു ലേഡീനെ വിളിച്ചിട്ട് അച്ഛന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അതെ നിങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്, അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്തോ പറഞ്ഞു. അപ്പൊ ഇവര് വേഗം എല്ലാ നമ്പറും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവസാനം പിൻകോഡും പറഞ്ഞു കൊടുത്ത് ആ പിന്നെ പോയി ആ പിൻ നമ്പർ പറഞ്ഞു കൊടുത്ത് പൈസ ട്രാൻസ്ഫർ 30,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ വലിയൊരു ഉദ്യോഗസ്ഥ, ഡോക്ടറേറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ ആളുകളുടെ ആ ബുദ്ധി, അതായത് എന്റെ സൈക്കോളജി മനസ്സിലാക്കി വിളിച്ചിട്ട് നമ്മൾ അതല്ല ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ആ കോഡ് പറഞ്ഞു കൊടുക്കരുത്, ഈ കോഡ് പറഞ്ഞു കൊടുക്കരുത് പറയേണ്ട അവസ്ഥ വരുന്നത്. അപ്പൊ അത്രമേൽ വിദ്യാഭ്യാസം ഉണ്ടായാൽ പോലും ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതേ മതി ഈ കയ്യിൽ കിട്ടിക്കുന്ന ഈ ഡിവൈസിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയില്ല. നമുക്ക് ആർക്കും ഇത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഡിവൈസിനകത്ത് ഇത്ര കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളെ എല്ലാ കോൺഫിഗറേഷൻ, എല്ലാ സംഗതികളും, എല്ലാ ആപ്പുകളുള്ള സംഗതിയും മേടിച്ചിരിക്കുകയും ചെയ്യും. അതിലൂടെ ഈ ആപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ പല സംഗതികളും നമ്മുടെ ഇപ്പൊ എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്യാൻ ചിത്രങ്ങൾ നമ്മൾ ആർക്കും കൊടുക്കുന്നില്ലല്ലോ. പക്ഷെ പല ആപ്പുകൾ വഴി ഷെയർ ചെയ്യുന്നത് അവർക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എന്റെ ചിത്രം കൊടുത്തിട്ട് പോലുമില്ല. എന്റെ സ്വഭാവം, എന്റെ ടേസ്റ്റ് എല്ലാം വിപണിയുടെ വലിയൊരു തന്ത്രം ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ എല്ലാത്തിലും ആ ഒരു ബുദ്ധിയുണ്ട്. അപ്പൊ സൈബർ മേഖലയിൽ പഠിച്ച മനുഷ്യരുടെ സഹായം. ഞാൻ പറഞ്ഞ കുട്ടികളോട് ചോദിക്കുക, എനിക്ക് എന്താ പഠിക്കേണ്ടത്? ഹാക്കിംഗ് ആണോ പഠിക്കണ്ടേ? എന്തിനാ ഹാക്ക് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ സാധനങ്ങൾ എന്തിനാ ഹാക്ക് ചെയ്യുന്നത്? ഹാക്ക് ചെയ്യുന്നത് പണം ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഈ ക്രൈമും കൂടി പഠിപ്പിക്കണം. അപ്പൊ അതിന്റെ ഒരു പേര് എത്തിക്കൽ ഹാക്കിംഗ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ആ പദം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കും. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായ ഈ IT മേഖലയെ കൈകാര്യം ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ക്രൈം ഇതില് ഈ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു, സൈബർ ക്രൈമില് അദ്ദേഹം പറയുന്ന ക്ലാരിറ്റി കുറവുണ്ട്. എനിക്ക് എവിടെയാണ് ഇദ്ദേഹത്തെ കാണാൻ പറ്റുക? ഈ എലിയാസ് പി ജോർജ് എന്ന അദ്ദേഹത്തെ എവിടെ നൽകിയാണ് പരാതി നൽകാൻ പറ്റുക? എനിക്കെപ്പോഴും പോർട്ടലിൽ കൊണ്ട് അന്വേഷിച്ച് നോക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമോ അറിവുള്ള ആളല്ല. നിങ്ങൾ പറയുന്ന ഈ നമ്പറൊന്നും എനിക്ക് കിട്ടാൻ വഴിയില്ല. ഞാനിത് അപ്ലൈ ചെയ്യില്ല. എന്നെ ഒരാളെ പറ്റിച്ചു, എന്റെ കയ്യിൽ നിന്ന് കാശുപോയി, എന്റെ ഫോണിൽ നിന്ന് കാശുപോയി, എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശുപോയി. എന്നെ ഫേസ്ബുക്കിൽ വന്ന ഒരു ക്രിസ് എന്നൊരാൾ UPI നിന്ന് പരിചയപ്പെടുന്ന ഒരു ഡോക്ടർ മോളെ കാണിച്ചു തന്നു. അതിന് നാളെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്, നിങ്ങളുടെ ഫോട്ടോ കണ്ടിഷ്ടായി, ഞാൻ നെടുമ്പാശ്ശേരി വന്നറിഞ്ഞു, പക്ഷെ എന്റെ കൗണ്ട് മാറാൻ പറ്റുന്നില്ല. അതിനൊരു പെട്ടെന്ന് ഞാനൊരു മറുപടി എടുത്തോട്ടെ ശ്രീ ഏലിയാസ് പി ജോർജിൽ നിന്ന്. ശ്രീ ഏലിയാസ്, അതിനൊരു മറുപടി ഉണ്ടോ? എവിടെ വന്നാൽ കാണാം. എന്താണ് അല്ല, ഒരു സാധാരണക്കാരനായൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എന്ന് കരുതുക. അയാൾക്ക് ഈ ഇതൊന്നും അറിയില്ല, ഫോൺ നമ്പർ അറിയില്ല, പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ല, പരാതിപ്പെടാൻ അറിയില്ല, എന്ത് ചെയ്യും? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1930 വിളിക്കാൻ സാധിക്കും. വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പ്രോസസ്സ് ചെയ്യും. വിത്തിൻ 24 hours പ്രോസസ്സ് ചെയ്ത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അതെത്തും. തുടർന്ന് ആ സാധാരണക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അല്ല, ഞാൻ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഉദ്ദേശിച്ചത് അതല്ല. അവർ പറഞ്ഞത് ഈ കാര്യങ്ങൾ അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു സെക്കൻഡ് പറഞ്ഞു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അതാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 1930 എന്ന് പറയുന്നൊരു നമ്പറുണ്ട്.
അതാണ് സൈബർ ഒഫൻസസിൽ വിക്ടിം ആയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തേടേണ്ട ഒരു നമ്പറാണ്. ആ നമ്പർ ഡയൽ ചെയ്യുക എന്നുള്ളൊരു ഭാഗമാണ്. ഏതായാലും ഈ ഒറ്റ ചർച്ചയിൽ നമുക്ക് അദ്ദേഹം കൂടി കേൾക്കാനാണ്. അതായത് എനിക്ക് 1930 ഓർമ്മ വരില്ല സാർ. എന്റെ വീട്ടിൽ തീ കത്തുമ്പോ എനിക്ക് ആംബുലൻസ് നമ്പർ ഓർമ്മ വരില്ല, ഒന്നും ഓർമ്മ വരില്ല. ഞാൻ അത് ടെൻഷൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ആകെ ഓർമ്മ ഒരു കാത്തിയിട്ട മനുഷ്യനാണ്. അപ്പൊ എനിക്കിന്റെ പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ആരെങ്കിലും ഓട്ടോ വിളിച്ച് നേരെ വന്നിട്ട് എന്റെ ഇത്ര കാശ് പോയി സാറേ എന്നാണ് പറയാ. അവിടെ എന്റെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന പോലീസുകാരന് ഈ സൈബർ നിയമത്തിലെ ഈ പരാതിയുമായി വരുമ്പോൾ നിങ്ങൾ ഈ നമ്പർ പറഞ്ഞു കൊടുത്ത് അവിടെ വെച്ച് നിങ്ങൾ അത് ചെയ്യിക്കണം. ഏത് പോർട്ടലിലാണ് വിളിക്കുക, രജിസ്റ്റർ ചെയ്യണം. അത് അഡ്വക്കേറ്റ് ആശുപത്രി പറഞ്ഞത് ശരിയാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ ഇത്തരം അബദ്ധങ്ങളിൽ പെടുമ്പോൾ അവിടെ ഒരു സഹായവുമായി ഇത്തരം പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകാനുള്ള സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ മുന്നിലുണ്ട്. അവിടെ വിവേകത്തോടുകൂടി യുക്തിയോടുകൂടി നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. രാജ്യത്തെ ഒരിടത്തും സൈബർ അറസ്റ്റോ സൈബർ കോടതിയോ അതോടൊപ്പം തന്നെ ഈ സൈബർ വിചാരണയൊന്നും നടക്കുന്നില്ല. സൈബർ അറസ്റ്റ് വാറണ്ട് എത്തുക, ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രതയും കരുത്തും നമുക്കുണ്ടാകട്ടെ. ഇനി അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയാൽ ചേരേണ്ട നിയമവഴികളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യണം. സൈബർ തട്ടിപ്പിന് വിധേയരായവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യാം. പരാതിക്കപ്പെടുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ട്രാൻസാക്ഷൻ ID, ട്രാൻസാക്ഷൻ ഡേറ്റ്, ട്രാൻസാക്ഷൻ നടന്നതായി കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നിങ്ങൾ വയ്ക്കുക. ഇത്തരം തട്ടിപ്പിനിരയാകാതെ മുൻകരുതലോടുകൂടി ജീവിക്കുക. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്ന മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.